നമസ്കാരം. കോട്ടിട്ട ബിൻ ലാദൻ. പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെ അന്താരാഷ്ട്ര സുരക്ഷാ വിദഗ്ധരും വിമർശകരും അങ്ങനെ വിശേഷിപ്പിക്കാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. ഭീകരവാദ അനുകൂല നിലപാടുകളും ലോകരാജ്യങ്ങൾക്ക് നേരെ നടത്തിയ ആണവായുധ ഭീഷണികളും അസീമിനെ ആ പേരിന് അർഹനാക്കിയിരിക്കുകയാണ്. പെൻറ്റഗണിലെ മുൻ ഉദ്യോഗസ്ഥനും പ്രമുഖ സുരക്ഷാ നിരീക്ഷകനുമായ മൈക്കൽ റൂബിൻ ഉൾപ്പെടെയുള്ളവരാണ് അസീം മുനീറിനെ കോട്ടിട്ട ബിൻ ലാദൻ എന്ന് പരസ്യമായി വിമർശിച്ചിട്ടുള്ളത്. അമേരിക്കയിലെ ഫ്ലോറിഡയിലെ താമ്പയിൽ നടന്ന ഒരു പരിപാടിയിൽ അസീം മുനീർ ലോകരാജ്യങ്ങൾക്ക് നേരെ ആണവ ഭീഷണി മുഴക്കിയിരുന്നു. ഞങ്ങളൊരു ആണവ രാജ്യമാണ്, ഞങ്ങൾ തകരുന്ന അവസ്ഥ വന്നാൽ ലോകത്തിൻ്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ ഒപ്പം തകർക്കും എന്നായിരുന്നു ആ പ്രസ്താവന. ഒരു രാജ്യത്തിൻ്റെ സൈനിക മേധാവിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത ആഗോള ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുടെയും ഐസിസിൻ്റെയും തലവന്മാരുടേതിന് സമാനമായ ഇത്തരം ഭീകരഭാഷയാണ് ഈ വിശേഷണത്തിന് വഴിമാറ്റിയത്. ഒസാമ ബിൻ ലാദൻ ഗുഹകളിലും രഹസ്യ താവളങ്ങളിലും ഇരുന്ന് ഭീകരവാദം പടർത്തിയപ്പോൾ അസീം മുനീർ കോട്ടും ടൈയും ധരിച്ച് കൊട്ടാര സമാനമായ സൈനിക ആസ്ഥാനത്തിരുന്ന് ഭീകരവാദികളെ സംരക്ഷിക്കുകയാണ്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾക്കും ഹമാസ് പ്രതിനിധികൾക്കും പാക് സൈന്യത്തിൻ്റെ തണലിൽ പരസ്യമായി പ്രവർത്തിക്കാൻ മുനീർ അനുവാദം നൽകുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 28 പേരുടെ മരണത്തിനിടയാക്കിയ വലിയ ഭീകരാക്രമണത്തിന് പിന്നിൽ അസീം മുനീറിൻ്റെയും പാക് സൈന്യത്തിൻ്റെയും നേരിട്ടുള്ള പങ്കുണ്ടെന്ന് അന്താരാഷ്ട്ര ഇൻ്റലിജൻസ് ഏജൻസികൾ ആരോപിച്ചിരുന്നു. ഇന്ത്യൻ അണക്കെട്ടുകൾ തകർക്കുമെന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നുമുള്ള മുനീറിൻ്റെ പ്രസ്താവനകൾ ഒരു തീവ്രവാദിയുടെ ചിന്താഗതിക്ക് തുല്യമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ആ കോട്ടിട്ട തീവ്രവാദിക്ക് ഇനി കാര്യങ്ങൾ പഴയ പോലെ എളുപ്പമാവില്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. കാരണം ഹമാസ് ബന്ധം മൂലം ഇസ്രയേലിൻ്റെ നോട്ടപ്പുള്ളിയായിരിക്കുകയാണ് അസീം മുനീർ. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പാക് സൈന്യത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചർച്ചകൾ നടത്തുമ്പോഴും മറുവശത്ത് മുനീർ ഹമാസ് നേതാക്കൾക്ക് പാകിസ്ഥാനിൽ സുരക്ഷിത താവളമൊരുക്കുകയായിരുന്നു. ഹമാസിനെ നിരായുധീകരിക്കുക എന്നത് പാകിസ്ഥാൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചത് ഹമാസിനോടുള്ള സൈന്യത്തിൻ്റെ മൃദു സമീപനം വ്യക്തമാക്കുകയാണ്. അസീം മുനീറും ഹമാസും തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് കാരണമാണ് ഗസയിലെ അന്താരാഷ്ട്ര സമാധാന സേനയിൽ പാകിസ്ഥാൻ സൈന്യത്തെ ഉൾപ്പെടുത്താനുള്ള നീക്കത്തെ ഇസ്രായേൽ ശക്തമായി എതിർത്തത്. ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തെ ഗാസയിൽ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കാൻ കാരണം മുനീറിൻ്റെ ഈ ഹമാസ് അനുകൂല നിലപാടുകളാണ്. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ വധിക്കാൻ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഗൂഢാലോചന നടത്തിയെന്ന വാർത്ത പുറത്തുവരികയാണ്. ഒരു ബ്രസീലിയൻ മാധ്യമപ്രവർത്തകൻ ഉന്നയിച്ച സ്ഥിരീകരിക്കാത്ത വെളിപ്പെടുത്തലാണിത്. പാകിസ്ഥാൻ സുരക്ഷാ അധികൃതർ ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ബ്രസീലിയൻ ജിയോ സ്ട്രാറ്റജിക് വിദഗ്ധനും സ്വതന്ത്ര മാധ്യമപ്രവർത്തകനുമായ പെപ്പെ എസ്കോബാറാണ് രാഷ്ട്രീയ നിരീക്ഷകനായ മാരിയോ നൌഫൽ എക്സ് പ്ലാറ്റ്ഫോമിൽ നടത്തിയ പോഡ്കാസ്റ്റ് ചർച്ചയിൽ ഈ ആരോപണം ഉന്നയിച്ചത്. സ്വിറ്റ്സർലൻഡിലെ ബെർഗൻസ്റ്റോക്ക് റിസോർട്ടിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാൻ പാക് സംഘം എത്തിയ സമയത്താണ് മൊസാദ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്നാണ് പെപ്പെ ആരോപിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം മൊസാദ് തയ്യാറാക്കിയ പദ്ധതിയാണിതെന്നാണ് പറയുന്നത്. എന്നാൽ പാക് മിലിറ്ററി ഇൻ്റലിജൻസ് ഈ വധശ്രമ ഗൂഢാലോചന മുൻകൂട്ടി കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഒമാൻ വഴി ഇസ്രായേലിന് പാകിസ്ഥാൻ കടുത്ത മുന്നറിയിപ്പ് നൽകിയതായി മാധ്യമപ്രവർത്തകൻ പറയുന്നു. പ്രതിനിധികളെ തൊട്ടാൽ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കും എന്നായിരുന്നു സന്ദേശമെന്ന് റിപ്പോർട്ട്. എന്നാൽ ഈ വാർത്ത പാകിസ്ഥാൻ നിഷേധിച്ചിരിക്കുകയാണ്. അടിസ്ഥാനരഹിതമായ കെട്ടുകഥയാണെന്ന് പാക് സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. പ്രധാനമന്ത്രിയുടെയും സൈനിക മേധാവിയുടെയും സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിൽ യാതൊരു സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല. സ്വിസ് സുരക്ഷാ ഏജൻസികളോ അമേരിക്കൻ ടീമോ വധശ്രമം സംബന്ധിച്ച് യാതൊരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല എന്നും അവർ പറയുന്നു. പാകിസ്ഥാനിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഈ വാർത്തയെ വെറും അസംബന്ധമെന്നാണ് വിശേഷിപ്പിച്ചത്. ഈ സംഭവം ചിലപ്പോൾ കെട്ടുകഥയാവും. പക്ഷേ മൊസാദിൻ്റെ റഡാറിൽ അസീം മുനീർ ഉണ്ടാവാനുള്ള സാധ്യതകളേറെയാണ്. കാരണം ഇന്ന് ആഗോള ഭീകരവാദികളുടെ ദല്ലാൾ പണിയെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ആദ്യത്തെ പേര് വരുന്നത് അസീം മുനീറിൻ്റെതാണ്. ഹമാസിനിപ്പോൾ പാകിസ്ഥാനിൽ താവളം ഒരുക്കി കൊടുക്കുന്നത് അസീം മുനീറാണെന്ന ഗുരുതര ആരോപണവും ഉയരുകയാണ്. അടുത്ത കാലം വരെ ഹമാസിന് പശ്ചിമേഷ്യയ്ക്ക് പുറത്ത് എവിടെയും സുരക്ഷിത താവളങ്ങളില്ലായിരുന്നു. ഇപ്പോൾ അവർ പാകിസ്ഥാനിലെത്തിയെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിന് നേരെ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളെ മാതൃകയാക്കി ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും സമാനമായ അക്രമങ്ങൾ നടത്താൻ ഇവർ പദ്ധതിയിടുന്നതായി ഇസ്രായേൽ സ്ഥാനപതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് അസീം മുനീർ അറിയാതെ നടക്കില്ല എന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. കാരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആണെങ്കിലും അവിടെ ഭരിക്കുന്നത് പട്ടാള മേധാവിയാണ്. ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുമായി ഹമാസ് നേതാക്കൾ രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയതായി ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ഖാലിദ് ഖദൂമി, ഖാലിദ് മിഷാൽ തുടങ്ങിയ മുൻനിര ഹമാസ് നേതാക്കൾ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും തീവ്ര നിലപാടുള്ള സംഘടനകളുടെ റാലികളിലും മതപരമായ ചടങ്ങുകളിലും പങ്കെടുത്തിരുന്നു. പാകിസ്ഥാനിലെ പ്രമുഖ രാഷ്ട്രീയ മതസംഘടനയായ ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് ഹമാസിന് പ്രത്യേക ഓഫീസ് തുറക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു.
പാകിസ്ഥാനിലെ ബഹവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം സന്ദർശിച്ചപ്പോൾ ജനറൽ അസീം മുനീർ നേരിട്ട് ഉദ്ഘാടനം ചെയ്ത പാക് സൈന്യത്തിന്റെ കോമ്പാറ്റ് സിമുലേഷൻ സെന്റർ ഹമാസ് സംഘം സന്ദർശിക്കുകയും പരിശോധിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. അസീം മുനീറിന്റെ തണലിൽ ഹമാസും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയും തമ്മിൽ പുതിയ ഭീകര സഖ്യം രൂപപ്പെടുന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഗുജ്റൻവാലയിൽ ലഷ്കറിന്റെ രാഷ്ട്രീയ മുഖമായ പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഹമാസ് കമാൻഡർ നാജി സഹീർ പരസ്യമായി വേദി പങ്കിട്ടിരുന്നു. ഇവരുമായി എല്ലാം പൊതുബന്ധമുള്ള ഏക വ്യക്തി എന്നത് അസീം മുനീറാണ്. അയാൾ അറിയാതെ പാക് പട്ടാളത്തിലെ ഒരു ഈച്ച പോലും അനങ്ങില്ല. ഇപ്പോഴും ഹമാസിന് ഏറ്റവും വലിയ ഫണ്ട് വരുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ. ഗാസയിലെ യുദ്ധ സാഹചര്യങ്ങൾ മുൻനിർത്തി ഫലസ്തീനികൾക്കുള്ള മാനുഷിക സഹായം എന്ന വ്യാജേന പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനകൾ വലിയ തോതിൽ ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകൾ മസ്ജിദ് നിർമ്മാണം, ശീതകാല കിറ്റുകൾ വിതരണം ചെയ്യൽ എന്നിവയുടെ പേരിൽ ഈ രാജ്യങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും പണം പിരിക്കുകയാണ്. ഈ തുകയുടെ ഒരു ഭാഗം ഹമാസിന്റെ ശൃംഖലകളിലേക്കും അവരുടെ തകർന്ന ഭീകര പശ്ചാത്തല സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും മാറ്റപ്പെടുന്നുവെന്ന് സൗത്ത് ഏഷ്യ പ്രസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ ഭീകരതയെ തടയണമെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനടക്കം ആഗ്രഹമുണ്ട്. പക്ഷേ അസീം മുനീറിനെ മറികടക്കാനുള്ള ധൈര്യമൊന്നും അവർക്കില്ല. ഹമാസിന്റെ പാക് ബന്ധം മറനീക്കിയത് പഹൽഗാം ഭീകരാക്രമണത്തോടെയാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഹമാസ് ഇസ്രയേലിൽ ഉപയോഗിച്ചതിന് സമാനമായ ആസൂത്രണവും തന്ത്രങ്ങളും പ്രകടിപ്പിച്ചതായി അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നു. കശ്മീരിൽ മുൻപ് നടന്നിട്ടുള്ള പരമ്പരാഗത ഭീകരാക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡ് പിന്തുടരുന്ന പ്രത്യേക യുദ്ധതന്ത്രങ്ങളാണ് ഭീകരർ പഹൽഗാമിൽ ഉപയോഗിച്ചത്. ഹമാസ് ഭീകരർ ഇസ്രയേലിൽ ചെയ്തതുപോലെ പഹൽഗാമിലെ ആക്രമണകാരികളും ഹെൽമെറ്റിൽ ഘടിപ്പിച്ച ബോഡി ക്യാമറകളും ഉപയോഗിച്ച് തങ്ങളുടെ ആക്രമണത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും ചിത്രീകരിച്ചു. സുരക്ഷാ സൈനികരെയും സാധാരണക്കാരെയും പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വീഴ്ത്തുന്ന ദൃശ്യങ്ങൾ പശ്ചാത്തലത്തിൽ മതപരമായ സംഗീതം ഉൾപ്പെടുത്തി ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കാനും തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാനും ഹമാസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന തന്ത്രമാണിത്. സാധാരണയായി കശ്മീരിൽ ഭീകരർ വിവേചനമില്ലാതെ സുരക്ഷാ സേനയും സാധാരണക്കാരെയും ലക്ഷ്യമിടുമ്പോൾ പഹൽഗാമിൽ ഹമാസ് മോഡലിലുള്ള റിലീജിയൻ സ്ക്രീനിംഗ് നടന്നു. ഇരകളെ നേരിട്ട് വെടിവെക്കുന്നതിന് മുൻപ് അവരുടെ ഐഡന്റിറ്റി കാർഡുകൾ പരിശോധിക്കുകയും മതപരമായ ശ്ലോകങ്ങളോ വചനങ്ങളോ ചൊല്ലാൻ നിർബന്ധിക്കുകയും ചെയ്ത ശേഷമാണ് ഭീകരർ ആളുകളെ വധിച്ചത്. ഇസ്രയേലിലെ നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ സമാധാനമായി പങ്കെടുത്ത ജനങ്ങളെ ഹമാസ് വേട്ടയാടിയതിന് സമാനമായി പഹൽഗാമിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തിയ നിഷ്കളങ്കരായ വിനോദസഞ്ചാരികളെയാണ് ഭീകരർ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ഒരു പ്രദേശം പിടിച്ചടക്കുക എന്നതിലുപരി സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ കടുത്ത ഭീതി ജനിപ്പിക്കുക, പ്രദേശത്തെ സാമ്പത്തിക വ്യവസ്ഥയും ടൂറിസത്തെ തകർക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം. ആക്രമണത്തിന്റെ ആസൂത്രണത്തിനും കൃത്യമായ ഏകോപനത്തിനുമായി ഭീകരർ സാധാരണ ഫോൺ നെറ്റ്വർക്കുകൾക്ക് പകരം ഹൈലി എൻക്രിപ്റ്റഡ് ആയ ആപ്പുകളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചു. ഇത് സുരക്ഷാ ഏജൻസികൾക്ക് അവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുന്നത് പ്രയാസകരമാക്കി. ഈ ആക്രമണത്തിന് മാസങ്ങൾക്ക് മുൻപ് പാക് അധീന കശ്മീരിലെ റാവൽകോട്ട് പോലുള്ള പ്രദേശങ്ങളിൽ വെച്ച് ഹമാസ് നേതാക്കളും പാക് ഭീകരരും തമ്മിൽ സംയുക്ത യോഗങ്ങൾ ചേർന്നിരുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ ക്യാമ്പുകളിൽ വെച്ച് ഹമാസ് നൽകിയ പ്രത്യേക പരിശീലനമാണ് ഈ പുതിയ ആക്രമണ ശൈലിക്ക് പിന്നിലെന്ന് സംശയമുണ്ട്. പാക് ISIയെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് അസീം മുനീറാണ്. അതുകൊണ്ട് തന്നെ അയാൾ അറിയാതെ ഒരു പരിപാടിയും അവിടെ നടക്കില്ല. മാത്രമല്ല, പഹൽഗാം ഭീകരാക്രമണത്തിന് മുന്നോടിയായി അസീം മുനീർ നടത്തിയ ചില പ്രസംഗങ്ങൾ ശരിക്കും പ്രകോപനപരമായിരുന്നു. ഈ രീതിയിൽ നോക്കിയാൽ അസീമിൻ്റെ ഹമാസ് ബന്ധം എളുപ്പത്തിൽ മനസ്സിലാകും. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അടുത്ത ബന്ധമാണ് അസീം മുനീറിന്. 2025 ജൂണിൽ അസീം മുനീർ വാഷിംഗ്ടൺ സന്ദർശിച്ചപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ വൈറ്റ് ഹൗസിലേക്ക് ഒരു സ്വകാര്യ ഉച്ചഭക്ഷണ വിരുന്നിനായി ക്ഷണിച്ചിരുന്നു. ഒരു രാജ്യത്തിൻ്റെ സൈനിക ഭരണത്തലവനല്ലാത്ത ഒരു സാധാരണ പാക് സൈനിക മേധാവിക്ക് വൈറ്റ് ഹൗസിൽ ഇത്തരം ഒരു സ്വീകരണം ലഭിക്കുന്നത് ആദ്യമായാണ്. പാക് പ്രധാനമന്ത്രിക്കല്ല പാകിസ്ഥാന്റെ നിയന്ത്രണമെന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന ഒരു കൂടിക്കാഴ്ച കൂടിയായിരുന്നു അത്. ഇന്ത്യയുമായുള്ള മുൻകാല സൈനിക സംഘർഷങ്ങളിൽ പാകിസ്ഥാൻ കാണിച്ച സംയമനത്തിന് നന്ദി പറയാനാണ് ട്രംപ് മുനീറിനെ വിരുന്നിന് വിളിച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. അസീം മുനീറിന്റെ സൗഹൃദത്തിന് പിന്നിൽ വലിയൊരു ക്രിപ്റ്റോ കറൻസി നയതന്ത്രമുണ്ടെന്നും വാർത്തകൾ വന്നിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ കുടുംബത്തിന് 60% ഓഹരി പങ്കാളിത്തമുള്ള വെൽ ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന US ക്രിപ്റ്റോ കമ്പനിയുമായി പാകിസ്ഥാനും വലിയൊരു ക്രിപ്റ്റോ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ കരാറിന് മുന്നോടിയായി പാകിസ്ഥാനിൽ നിലനിന്നിരുന്ന 8 വർഷത്തെ ക്രിപ്റ്റോ കറൻസി നിരോധനം അസീം മുനീറിന്റെ പ്രത്യേക താൽപര്യപ്രകാരം സൈന്യം ഇടപെട്ട് നീക്കിയിരുന്നു. ട്രംപ് കുടുംബത്തിന്റെ USD1 എന്ന സ്റ്റേബിൾ കോയിൻ പാകിസ്ഥാന്റെ ഡിജിറ്റൽ ഇടപാടുകളിൽ ഉപയോഗിക്കാനാണ് ഈ കരാർ. അസീം മുനീറും US പ്രതിനിധികളും തമ്മിൽ അടച്ചിട്ട മുറിയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഈ കരാർ ഒപ്പിട്ടതെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഹൗസിലെ വിരുന്നിലും ക്രിപ്റ്റോ കറൻസി പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ട്രംപ് കുടുംബത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തെ സാമ്പത്തികമായി സഹായിക്കാനുള്ള അസീം മുനീറിന്റെ തന്ത്രമാണിതെന്നാണ് വിമർശനം. ഒപ്പം ഭീകരതയ്ക്കുള്ള ഫണ്ടിങ്ങും കൃത്യമായി നടക്കും.
കർശനമായ അന്താരാഷ്ട്ര നിരീക്ഷണ സംവിധാനങ്ങളെ വെട്ടിച്ച് കള്ളപ്പണം വെളുപ്പിക്കാനും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകാനും ഈ ക്രിപ്റ്റോ ഇടപാടുകൾ വഴി പാകിസ്ഥാന് സാധിക്കുമെന്ന് സുരക്ഷാ ഏജൻസികൾ ആശങ്കപ്പെടുന്നു. ഇതും ഹമാസിന് തുണയാവുകയാണ്. കാരണം ഹമാസിന്റെ രഹസ്യ ഇടപാടുകൾ മുഴുവൻ ക്രിപ്റ്റോ വഴിയാണ്. അത്തരം സാമ്പത്തിക കൈമാറ്റത്തിനുള്ള ഒരു മറ കൂടിയാവുകയാണ് അവർക്ക് പാകിസ്ഥാൻ ബന്ധം. ഇത് ഇസ്രായേൽ കൃത്യമായി മണത്തറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രംപിന്റെ സുഹൃത്താണെന്നത് നോക്കാതെ തന്നെ അവർ അസീമിനെ ടാർഗറ്റ് ചെയ്യുന്നത്. പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു ഭീഷണിയും ഇസ്രായേൽ ഭയക്കുന്നുണ്ട്. അധികം വൈകാതെ അസീം മുനീർ പാകിസ്ഥാന്റെ അധികാരം പിടിക്കുമെന്നതാണത്. പട്ടാള മേധാവിമാർ പലതവണ അട്ടിമറിച്ച ജനാധിപത്യമാണ് പാകിസ്ഥാനിലേത്. മുനീർ ഇങ്ങനെ കരുത്തനാവുന്നത് ഫലത്തിൽ പാക് ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണ്. പാകിസ്ഥാന്റെ 78 വർഷത്തെ ചരിത്രത്തിൽ പകുതിയിലധികം കാലവും രാജ്യം ഭരിച്ചത് നേരിട്ടുള്ള പട്ടാള ഭരണമാണ്. 3 പ്രധാന അട്ടിമറികളാണ് പാക് ജനാധിപത്യത്തെ തകർത്തത്. 1958 ഫീൽഡ് മാർഷൽ അയൂബ് ഖാൻ ആദ്യത്തെ ജനാധിപത്യ സർക്കാരിനെ പുറത്താക്കി ഭരണം പിടിച്ചു. 1977 ജനറൽ സിയാ ഉൽ ഹഖ് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയെ അട്ടിമറിക്കുകയും പിന്നീട് അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തു. 1999 ജനറൽ പർവേഷ് മുഷറഫ് നവാസ് ഷെരീഫ് സർക്കാരിനെ പുറത്താക്കി ഭരണം പിടിച്ചെടുത്തു. ഇതുകൂടാതെ ജനാധിപത്യ സർക്കാരുകൾ അധികാരത്തിലുള്ളപ്പോഴും ഭരണം നിയന്ത്രിക്കുന്നത് റാവൽപിണ്ടി എന്ന പാക് സൈനിക ആസ്ഥാനത്തു നിന്നാണ്. തൻ്റെ മുൻ സൈനിക മേധാവിമാരെക്കാൾ വേഗത്തിലാണ് അസീം മുനീർ രാജ്യത്തെ സകല അധികാരങ്ങളും തൻ്റെ കൈപ്പിടിയിലാക്കിയത്. നിലവിലെ ഷഹബാസ് ഷെരീഫ് സർക്കാർ പൂർണ്ണമായി അസീം മുനീറിൻ്റെ തണലിലാണ് നിലനിൽക്കുന്നത്. പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ വിദേശ നയതന്ത്ര ചർച്ചകളും സാമ്പത്തിക കരാറുകളും നടത്തുന്നത് അസീം മുനീറാണ്. പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ച പരിഹരിക്കാനെന്ന പേരിൽ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ കൗൺസിൽ നിയന്ത്രിക്കുന്നത് സൈന്യമാണ്. കൃഷി, ഖനനം, IT, ഊർജ്ജം തുടങ്ങിയ പ്രധാന മേഖലകളെല്ലാം മുനീറിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള അടുത്ത ബന്ധവും ക്രിപ്റ്റോ കറൻസി കരാറുകളും മുനീറിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു പ്രതിച്ഛായയും സൈന്യത്തിന് വൻ സാമ്പത്തിക സ്രോതസ്സും നൽകിയിട്ടുണ്ട്. ജനാധിപത്യത്തിലെ പ്രതിഷേധ ശബ്ദങ്ങളെല്ലാം മുനീർ അടിച്ചമർത്തുകയാണ്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ PTIയെയും രാഷ്ട്രീയമായി പൂർണ്ണമായി ഇല്ലാതാക്കാൻ മുനീർ സൈനിക കോടതികളും കടുത്ത നിയമങ്ങളും ഉപയോഗിക്കുകയാണ്. പാക് സുപ്രീം കോടതിയുടെ തീരുമാനങ്ങളെപ്പോലും സൈന്യം സ്വാധീനിക്കുന്നുണ്ടെന്ന ആരോപണം ശക്തമാണ്. സൈന്യത്തെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകർ തടവിലാക്കപ്പെടുകയോ കാണാതാവുകയോ ചെയ്യാറുണ്ട്. അടുത്തിടെ അസീം മുനീറിന് ഫീൽഡ് മാർഷൽ പദവി നൽകാനുള്ള നീക്കങ്ങൾ നടന്നത് സൈന്യത്തിന് മുകളിൽ മറ്റൊരു ശക്തിയുമില്ലെന്ന് ഉറപ്പിക്കാനാണ്. ഔദ്യോഗികമായി ഒരു അട്ടിമറി നടത്തി ഭരണം പിടിച്ചെടുത്തില്ലെങ്കിൽ പോലും നിലവിൽ പാകിസ്ഥാന്റെ യഥാർത്ഥ ഭരണാധികാരി അസീം മുനീർ തന്നെയാണ്. തങ്ങളുടെ ശത്രുക്കളെ നിഷ്കരണം വേട്ടയാടി കൊല്ലുക എന്നതാണല്ലോ ഇസ്രായേലിൻ്റെയും മൊസാദിൻ്റെയും രീതി. ഇപ്പോൾ അസീം മുനീറിനെ മൊസാദ് നോട്ടമിട്ടുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളുടെ നാളുകൾ എണ്ണപ്പെട്ടുവെന്നാണ് പല നിരീക്ഷകരും കരുതുന്നത്. ഇന്ത്യയുടെ ശത്രുക്കൾ പോലും ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വെച്ച് അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന കാലം കൂടിയല്ലേ.